ആരോണിന് മലയാളം കുറച്ച് പ്രശ്നമായിരുന്നു. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതും പിന്നെ കൂട്ടി വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആരോൺ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ റെഡ് പാരറ്റിൻ്റെ കൂടെയുള്ള ഒരു ജേണി ഭയങ്കര റെസ്പോൺസിബിളായിരുന്നു അവർ എല്ലാ കാര്യങ്ങളും. ഹലോ, നമസ്കാരം. എൻ്റെ പേര് നിയ. ഇത് എൻ്റെ മോൻ ആരോൺ. 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. CBSE സ്കൂളിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ റെഡ് പാരറ്റിൽ ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ടീച്ചർ ഷഹാന മിസ്സായിരുന്നു. അപ്പം ഈ ഒരു ത്രൂ ഔട്ട് ദ ജേണി ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ആരോണ് ആ ഒരു ജേണിയിൽ ഹെൽപ്പ് ചെയ്തു. അപ്പം അക്ഷരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, നല്ലോണം ചേർത്ത് വായിക്കുന്നുണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ വരെയും ആരോണ് മലയാളം കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ മലയാളത്തിനോട് വലിയ ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ആരോണും ഷഹാന മിസ് തന്നെ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ആരോൺ തന്നെ പറഞ്ഞു ഇങ്ങോട്ട്. അപ്പം ഞങ്ങൾക്കും കൺവിൻസ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ലാംഗ്വേജ് ലേണിങ്ങിന് ശേഷം ബേസ് ലേണിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തപ്പം ട്യൂഷനും റെഡ് പാരറ്റിൽ തന്നെ ജോയിൻ ചെയ്തു. ഷഹാന മിസ് തന്നെയാണ് ഞങ്ങളുടെ ടീച്ചർ. എല്ലാ കാര്യങ്ങളും ഓരോ ലെസൺ തീരുന്നതനുസരിച്ച് നമ്മളുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പം നമുക്കറിയാം ഇത്ര പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ പോകുന്നു. പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് റെഡ് പാരറ്റ് ഒരു ത്രൂ ഔട്ട് ദ ജേർണി. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു റെഡ് പാരറ്റ്. താങ്ക് യു ഷഹാന മാം.